ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി വെച്ചാലും നമുക്കിത് ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-8 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ. അത്രയാണ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് ഒരു അരമണിക്കൂർ വെച്ച ശേഷം വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൽക്കുള്ള സബോള, തക്കാളി അതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഈ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടി, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, അതുപോലെ തന്നെ ഈ 2 ടേബിൾ സ്പൂൺ തൈര് നമ്മൾ എടുത്തു വെച്ചത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഇതിൽക്കുള്ള സബോളയും തക്കാളിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല മാരിനേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സബോളയും തക്കാളിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടാക്കാൻ വെക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഉണക്ക മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കറുകപ്പട്ട, ഒരു 4 കരയാമ്പൂ, ഒരു 3 ഏലക്കായ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് നല്ല മൂപ്പായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ചെറിയ സബോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ളത്, നീളത്തിലല്ല ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഉപ്പ് ലാസ്റ്റ് എല്ലാ മസാലകളും ചിക്കനും എല്ലാം ഇട്ടതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണിത്. ഇത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇറച്ചിയെല്ലാം ആ സബോളയിലും ഇഞ്ചിയുടെ വെളുത്തുള്ളി പേസ്റ്റിൽ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം ഒരല്പ നേരം. ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം. ഇത് 3 മീഡിയം സൈസ് തക്കാളി വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അധികം വെള്ളം വേണ്ട. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ തക്കാളി അടിച്ചു വെച്ചതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ മറ്റേ മസാല നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ അല്പം വെള്ളം എടുത്തിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി ഇത് ഈ രീതിയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം നന്നായിട്ട് അടച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മൂടി വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
നെയ്യൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് വെന്തോ നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഈ രീതിയിൽ തന്നെ ചെറിയ തീയിൽ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ചാറും ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 3 പച്ചമുളക്, അരിയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ കസ്തൂരി മേത്തി ജസ്റ്റ് എന്തൊന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇപ്പം കുറച്ചിട്ടാൽ മതി, പിന്നെ നമുക്ക് ലാസ്റ്റ് കറി ഓഫ് ചെയ്യണതിന് മുന്നായിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ട് നമുക്കൊന്നും കൂടി വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റി നല്ല പാകമായിട്ടുണ്ട്. നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാനായിട്ടുണ്ട്. ഇനി അധികം വറ്റിക്കേണ്ട, കാരണം ഇനി ഒന്ന് ഇരുന്നതൊന്നും കൂടി വറ്റും, അപ്പോൾ നല്ല കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. അധികം ചാറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ബാച്ചിലേഴ്സിനായാലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തായാലും ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു അല്പം കൂടി കസ്തൂരി മേത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി, ഒരല്പം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഈ രീതിയിൽ തന്നെ ഒന്ന് അടച്ചു മൂടി വെക്കാം. അതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.